കുടുംബങ്ങളിൽ ദൈവാനുഭവം ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ടൊരു കാരണമാണ് പലരുടെയും ചങ്കിൽ ഉസിയ ജീവിച്ചിരിക്കുന്നു, മരിച്ചിട്ടില്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ചേട്ടൻ, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്റർ, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി. പക്ഷെ ദൈവാനുഭവം ഉണ്ടാവുന്നില്ല. പ്രാർത്ഥന മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ട്, ദൈവാനുഭവം ഉണ്ടാവുന്നില്ല. ദൈവപ്രവൃത്തി കുടുംബത്തിൽ നടക്കുന്നില്ല. പിശാച് കുടുംബത്തെ ഇട്ട് അമ്മാനമാടുകയാണ്, അടിത്തറ അടിച്ചിളക്കുകയാണ് സാത്താന്റെ സൈന്യം. കുടുംബത്തിലേക്ക് ദൈവശക്തി കാവൽ നിൽക്കുന്നില്ല. ദൂതന്മാർ കുടുംബത്തിന്റെ ഏഴയലത്തെത്തുന്നില്ല. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ കുടുംബത്തിൽ വ്യാപിക്കുന്നില്ല. ദൈവശക്തി കുടുംബത്തിലേക്ക് ഇറങ്ങുന്നില്ല. കാരണം എന്ത്? അഹങ്കാരത്തിന്റെ ഉസിയ ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ നമ്മൾ ധ്യാനകേന്ദ്രത്തിലേക്ക് ഓടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വഴിയടച്ച് വേലി കെട്ടുന്നതാണ്. പിശാച് വരുന്ന വഴികളെ കണ്ടെത്തി വേലി കെട്ടുന്നതാണ് പിന്നെ നമ്മൾ കരഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നതിനേക്കാൾ നല്ലത്. അനേകം കുടുംബങ്ങൾ ധ്യാനം കൂടുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. പള്ളി വരുന്നുണ്ടോ? ഉണ്ട്. പള്ളിക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ അവസ്ഥ പഴയ പോലെ ഇതെല്ലാം ചെയ്യുന്നു പാവപ്പെട്ട മനുഷ്യര്. പക്ഷേ ജീവിതത്തിൽ കൃത്യമായ ദൈവശക്തി ഇടപെടുന്നില്ല. പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാനുള്ള താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് ഞാൻ, എന്റെ കഴിവ്, എന്റെ സാമർഥ്യം, എന്റെ മിടുക്ക്, അപ്പൊ അതുകൊണ്ട് എന്റെ മക്കള് നല്ല നിലയിലായി, ഞാൻ നല്ല ഉയർന്നു വന്നു, ഈ ഞാൻ വളരെ കേമനാണ്, കേമിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ഓട്ടോമാറ്റിക്കായി അതിന്റെ കൂടപ്പറപ്പാണ് മറ്റുള്ളവരെ പുച്ഛിക്കും. അവന്റെ അവസ്ഥ അവനെ കണ്ടില്ലേ, അവരുടെ അവസ്ഥ കണ്ടില്ലേ, അവരൊക്കെ തോന്നിയാസം ജീവിച്ച് നോക്കാതെ ഞാൻ മറ്റുള്ളവരെ പുച്ഛിക്കും, ഞാൻ കേമൻ. നീ നിന്റെ ദൈവം ആകരുത്. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം ഇതാണ്. മുട്ടുമേൽ നിന്ന് എല്ലാ പ്രഭാതത്തിലും പറയണം, ദൈവമേ നിന്റെ കൃപ, നിന്റെ കൃപ, നിന്റെ കൃപ, നിന്റെ ദാനം, നിന്റെ കരുണ. അങ്ങനെ പറഞ്ഞ് 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 വേണം ഈ പിശാചിനെ നമ്മൾ പുറത്താക്കാം. മക്കള് നല്ല നിലയിൽ വളർന്നു വരുമ്പോ ഹൃദയത്തിൽ അഹങ്കാരം രൂപപ്പെടുന്നു എന്നറിഞ്ഞ ഉടനെ മുട്ടുമേ വീഴണം. മുട്ടിന്മേൽ വീണിട്ട് സാത്താൻ അവസരം കൊടുക്കരുത്. പറയണം, കർത്താവേ നിന്റെ കരുണ, നിന്റെ കൃപ, നിന്റെ ദയ പറഞ്ഞോണം. നാഴികയ്ക്ക് 40 വട്ടം ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അത് പറയുമ്പോൾ ഓർത്തോണം, നിന്നെ അടിക്കാനുള്ള ആയുധം സാത്താൻ രാഗി മിനുക്കുകയാണ്. ഏത് സമയത്തും നിന്റെ കുടുംബത്തിൽ അടി വീഴാം. അതായത് നമ്മൾ ഒരു കുടുംബത്തിൽ ഒരാൾ അഹങ്കരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ കുടുംബത്തെയും അയാളെയും കുടുംബാംഗങ്ങളെയും വരുമാനത്തെയും വാഹനത്തെയും അയാളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെയും ആക്രമിക്കാൻ സാത്താന് ഒരവകാശം കിട്ടുകയാണ്. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. ആരാ പറയുന്നേ? പറയുന്നത് അച്ഛനല്ല, പറയുന്നത് മെത്രാനല്ല, മാർപ്പാപ്പയല്ല, ശുശ്രൂഷകനല്ല, സിസ്റ്ററല്ല. പ്രിയപ്പെട്ടവര്, പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പറയാണ്, മക്കളെ നിങ്ങൾ അഹങ്കരിക്കുമ്പോ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. ദൈവത്തിന് കരയുന്നേ? ദൈവത്തിന് കരയേണ്ട ആവശ്യം എന്താ? ദൈവം കരയുന്ന എന്തിനാന്നോട് പറയുകയാണ്, കർത്താവിന്റെ അജഗണമായി നിങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ഞാൻ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കും. ഞാൻ ഉള്ളുരുകി കരയും. ഒരു കുടുംബത്തിലേക്ക്, ഒരു അച്ഛനിലേക്ക്, ഒരു സിസ്റ്ററിലേക്ക്, ഒരു ശുശ്രൂഷകനിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് അഹങ്കാരം വരുമ്പോ ആ അഹങ്കാരം വരുന്ന വ്യക്തിയെ അടിമത്തത്തിന്റെ ബാബുലോണിലേക്ക് സാത്താൻ വലിച്ചെഴിച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പോ പരിശുദ്ധാത്മാവ് കരയും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവ് കൈകെട്ടപ്പെട്ട് നിൽക്കും. പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ അഹങ്കരിക്കുന്ന സമയത്ത്, നിങ്ങൾ അഹങ്കരിക്കുമ്പോ നിങ്ങളെ അടിമത്തത്തിലേക്ക് സാത്താൻ കൊണ്ടുപോകുന്നത് കണ്ട് ഞാൻ ഉള്ളുരുകി കരയും. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു വചനമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു വചനം. യെശയ്യായിക്ക് കർത്താവിന്റെ ദർശനം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ. ഉസിയാ രാജാവ് മരിച്ച വർഷം ദൈവമായ കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത്, അത്യുന്നതമായ ഒരു സിംഹാസനത്തിൽ ദൈവമായ കർത്താവ് ഇരിക്കുന്നത് യെശയ്യാ കണ്ടു. അപ്പൊ ഇങ്ങനെ പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. ഉസിയാ രാജാവ് മരിച്ച വർഷം ദൈവമായ കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ദൈവത്തെ യെശയ്യാ എക്സ്പീരിയൻസ് ചെയ്യാണ്. ദൈവത്തെ യെശയ്യാ അനുഭവിക്കുകയാണ്. യെശയ്യായിക്ക് ദൈവാനുഭവം ഉണ്ടാവുകയാണ്. യെശയ്യായിക്ക് ദൈവാനുഭവം ഉണ്ടായത് എപ്പോൾ?
എന്ന് പറയുകയാണ്. എപ്പോഴാണ് ഉണ്ടായത്? ഉസിയ രാജാവ് മരിച്ച വർഷം. അതായത് ദൈവത്തിന്റെ പ്രവാചകന് ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിക്ക് പോലും അതുവരെയും ദൈവാനുഭവം ഉണ്ടാവുന്നില്ല. ഞാനത് കൂടുതൽ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെയും യേശയ്യ മറ്റുള്ളവരുടെ തെറ്റ് മാത്രം കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ശരിയായ ദൈവാനുഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് യേശയ്യയ്ക്ക് സ്വന്തം തെറ്റ് മനസ്സിലാവുന്നത്. അപ്പൊ ശരിയായ ദൈവാനുഭവത്തിലേക്ക് യേശയ്യ എത്തുന്നത് ഉസിയ രാജാവ് മരിച്ച വർഷമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉസിയ രാജാവ് മരിച്ച വർഷം യേശയ്യയ്ക്ക് ദർശനം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഉസിയ രാജാവിനെ കുറിച്ച് പെട്ടെന്നൊന്ന് മനസ്സിലാക്കിയാൽ എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടും. അപ്പൊ അതുകൊണ്ട് ഉസിയ രാജാവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 26-ാം അധ്യായം, 2 Chronicles chapter 26. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ ഉസിയ രാജാവിനെ കുറിച്ച് പറയുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഉസിയ രാജാവിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ പിതാവായ രാജാവ് മരിച്ചപ്പോൾ അനന്തരാവകാശിയായി ഉസിയായിക്കെന്ന് പ്രായം 16 വയസ്സാണ്. 16 വയസ്സുള്ള ഉസിയായെ രാജ്യഭാരം ഏൽപ്പിക്കുകയാണ്. ഒരു കൊച്ചനെ പിടിച്ച്, കൗമാരക്കാരനെ പിടിച്ച്, യൗവനത്തിന്റെ പടിവാതിക്കൽ എത്തിയിട്ടില്ലാത്ത, പക്വതയില്ലാത്ത, പാകതയും അനുഭവ സമ്പത്തും ഇല്ലാത്തൊരു മനുഷ്യനെ പിടിച്ച് രാജകൊട്ടാരത്തിൽ രാജകീയ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ഇവൻ ചെറുപ്പമാണെങ്കിലും ഇവൻ മിടുക്കനായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മിടുക്കനായതുകൊണ്ടാണ്. ചുമ്മാ ഒരു പയ്യനെ പിടിച്ച് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇസ്രായേലിന്റെ രാജപരമ്പരകൾ, ദാവീദ്, സോളമൻ തുടങ്ങിയ മഹാരാജാക്കന്മാർ വാണരുളിയ ഇസ്രായേലിന്റെ ഉന്നത സിംഹാസനത്തിൽ ഈ ഉസിയ എന്ന് പറയുന്ന ഒരു കൗമാരക്കാരനെ പിടിച്ചിരുത്തണമെങ്കിൽ അവന് പ്രായക്കുറവാണെങ്കിലും പാകതയുണ്ടെന്ന് കണ്ടതുകൊണ്ട് മിടുക്കനാണ്, മിടുക്കനായ ചെറുപ്പക്കാരനാണ്. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ ഉസിയ രാജാവായിട്ട് മാറി. എന്നിട്ട് ഈ ഉസിയ ഇസ്രായേലിന്റെ താരത്തിൽ, ഇസ്രായേലിന്റെ രാജ പദവിയിൽ ഏതാണ്ട് 52 വർഷം ഭരിച്ചു. 52 വർഷം ഭരിച്ചു. 16-ാമത്തെ വയസ്സിൽ രാജാവായി. അപ്പൊ 52 10 62 6 68 68-ാമത്തെ വയസ്സ് വരെ ഈ മനുഷ്യൻ രാജഭരണത്തിൽ വാണു. രാജകീയ പദവിയിൽ അദ്ദേഹം വാണു. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഉസിയ രാജാവ് സാധാരണക്കാരനായിരുന്നില്ല, അസാധാരണ പ്രാബല്യം നേടിയ വ്യക്തിയാണ്. നമ്മൾ ആ ഭാഗം 26-ാം അധ്യായത്തിന്റെ താഴോട്ട് വരുന്ന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ദാവീദ് രാജാവ് കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ രാജ്യത്തിന്റെ അതിർത്തി വ്യാപിപ്പിച്ച മറ്റൊരു രാജാവില്ല. ഭയങ്കര മിടുക്കനായിരുന്നു, വലിയ പ്രാബല്യം നേടി. ആദ്യകാലത്ത് ഇദ്ദേഹം പ്രവാചകന്മാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പ്രവാചകന്മാരുടെ ഉപദേശം തേടുമായിരുന്നു. അദ്ദേഹം പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി അവരോട് ദൈവവചനത്തിന്റെ പൊരുളുകൾ തിരക്കുമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്ന കാലത്തോളം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോളുക. ഉസിയ മിടുക്കനാണ്, ഭക്തനാണ്. മിടുക്കനുമാണ്, ദൈവഭക്തനുമാണ്. 52 വർഷം യൂദയാ രാജ്യത്തിന്റെ കൊട്ടാരത്തിൽ രാജാവായി വാഴുമ്പോ ഈ മനുഷ്യൻ ദൈവത്തെ മറന്നല്ല ജീവിച്ചത്, ഭക്തനായിട്ടാണ് ജീവിച്ചത്. സക്കറിയ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അദ്ദേഹത്തെ ദൈവഭക്തി അഭ്യസിപ്പിച്ചു. സക്കറിയ ജീവിച്ചിരുന്ന കാലത്തോളം അവൻ ദൈവകാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഉസിയ രാജാവ്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് 26-ാം അധ്യായത്തിൽ ആ രാജ്യത്തിന്റെ കീർത്തി മുഴുവൻ ഈ മനുഷ്യന്റെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതകരമായി രാജ്യത്തിന്റെ വ്യാപനം നടത്തുമ്പോ ഈ മനുഷ്യനെ കുറിച്ച് അവിടെ ഇങ്ങനെ പറയുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ, അവൻ പ്രാബല്യം നേടി, അവന്റെ കീർത്തി ദേശദേശാന്തരങ്ങളിലേക്ക് പരന്നു. അടുത്ത വാക്യം എങ്ങനെയാണ്? പ്രാബല്യം നേടിയപ്പോ അവൻ അഹങ്കാരിയായി തീർന്നു. മിടുക്കനാണ്, ഭക്തനാണ്, ദേശാന്തരങ്ങളിലേക്ക് രാജ്യത്തിന്റെ കീർത്തി വ്യാപിപ്പിച്ച പ്രജാക്ഷേമ തൽപരനായ രാജപ്രമുഖനാണ്. പക്ഷേ കീർത്തി ദേശാന്തരങ്ങളിൽ വ്യാപിച്ചപ്പോ, പ്രാബല്യം നേടിയപ്പോ, അവനെ കുറിച്ച് പറയുകയാണ്, പ്രാബല്യം നേടിയപ്പോൾ ഉസിയ അഹങ്കാരപ്രമത്തനായി തീർന്നു. എന്നിട്ട് ഒരു സംഭവം നടക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, ദേവാലയത്തിൽ ഉസിയ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ചെന്നു. ദേവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസിയായിക്ക് തോന്നുകയാണ്, ധൂപക്കുറ്റി അവിടെ ഇരിക്കുന്നു, തീയുണ്ട്, കുന്തിരിക്കുമുണ്ട്, എന്നാ പിന്നെ ധൂപം വീശിയേക്കാന്ന് വിചാരിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്ന് കപ്പ്യാരന്മാർക്ക് ശുശ്രൂഷകർക്ക് ധൂപക്കുറ്റി വീശാം,
അന്നങ്ങനെ വീശാൻ പാടില്ല. അന്ന് അഹറോനും അഹറോന്റെ പുത്രന്മാർക്കും പുരോഹിതന്മാർക്ക് മാത്രമാണ് ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപപീഠത്തിന് മുമ്പിൽ ധൂപാർച്ചന നടത്താൻ ദൈവം അധികാരാവകാശങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അഹറോന്റെ പരമ്പരയിൽപ്പെട്ട പുരോഹിതന്മാർക്കാണ്. എന്ത് ചെയ്തെന്നറിയാം ഈ മനുഷ്യൻ? അദ്ദേഹം ഈ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം തോന്നുകയാണ്, ഞാൻ രാജാവല്ലേ, ഞാൻ ഈ നാട്ടിലെ ഒന്നാമത്തെ പൗരനല്ലേ, സകല ജനത്തെയും നിയന്ത്രിക്കുന്ന അധികാരത്തിന്റെ ദണ്ടുയർത്തി നിൽക്കുന്ന രാജകീയ പദവിയിൽ വാഴുന്ന എനിക്കെന്തുകൊണ്ട് പുരോഹിതന്മാര് ചെയ്യുന്നത് ചെയ്തോടാ എന്ന് വിചാരിച്ച് ഈ മനുഷ്യൻ അഹങ്കാരപ്രമത്തനായി ധൂപപീഠത്തിന്റെ അടുത്തേക്ക് ചെന്ന് ധൂപക്കുറ്റി എടുത്ത് അദ്ദേഹം ധൂപമർപ്പിക്കാൻ തുടങ്ങുമ്പോ ആ നാട്ടിൽ നല്ല മിടുക്കനായ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ രാജാവാണ് മന്ത്രിയാണെന്നൊന്നും പറഞ്ഞാലും പുരോഹിതന് പേടിയൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വൃത്തികേട് കാണിക്കാൻ തുടങ്ങിയാൽ രാജാവാണെങ്കിലും അദ്ദേഹം നോക്കി നിൽക്കില്ല. അദ്ദേഹത്തിന്റെ പേരാണ് അസറിയ എന്ന പേരുള്ള ഒരു പുരോഹിതൻ. അപ്പൊ ആ പുരോഹിതന്മാര് ഈ ധൂപക്കുറ്റിയും എടുത്തുകൊണ്ട് ധൂപാർച്ചന നടത്താൻ ഉസിയ പോകുന്നത് കണ്ടപ്പോ അസറിയ പുരോഹിതൻ 80 പുരോഹിതന്മാരെ വിളിച്ചു. ആ പുരോഹിതന്മാരുടെ പ്രത്യേകത കരുത്തുള്ള, നല്ല ആരോഗ്യമുള്ള, നമ്മളെ പോലുള്ള അച്ഛന്മാരല്ല, നല്ല മിടുക്കരായ അച്ഛന്മാരാണ്. നല്ല ആരോഗ്യമുള്ള ഒരു 80 അച്ഛന്മാരെ വിളിച്ചിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് 80 പേര് ഉസിയ രാജാവിന് മുമ്പിൽ നിരന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ചെയ്യരുത്. പറയാണ്, ഉസിയ നീ രാജാവായിരിക്കാം, പക്ഷേ ധൂപപീഠത്തിന്റെ മുമ്പിലിരുന്ന് മുമ്പിൽ നിന്ന് ധൂപാർച്ചന നടത്താൻ ഉസിയ രാജാവേ ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല. നീ രാജാവാണ്, നിനക്ക് അധികാരാവകാശങ്ങൾ രാജ്യത്ത് കൽപ്പിച്ചു കിട്ടിയിട്ടുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, നിനക്ക് അധികാരമുണ്ട്, അറിവുണ്ട്, പ്രാവീണ്യമുണ്ട്, ദേശദേശാന്തരങ്ങളിലേക്ക് നിന്റെ കീർത്തി വ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഉസിയ ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. അപ്പൊ ഉസിയ പറഞ്ഞു, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങള് അച്ഛന്മാരാണ്, കാര്യമൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് എന്തറിയാം, ഞാൻ രാജാവാണ്, മേം രാജാവ് ഹൂം എന്ന് പറഞ്ഞു, ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തറിയാം. എന്നിട്ട് ഉസിയ പുരോഹിതന്മാർക്കെതിരെ കോപിച്ചു. എന്നിട്ട് വീണ്ടും ധൂപാർച്ചന നടത്താൻ തുടങ്ങുമ്പോ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ ഉസിയായുടെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഉസിയായുടെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ കിരീടം വെക്കാൻ പറ്റില്ല. അധികാരത്തിന്റെ അടയാളമാണ് ഈ കിരീടം. ആ കിരീടം വെക്കാൻ പറ്റില്ല, നെറ്റി മുഴുവൻ കുഷ്ഠം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, കുഷ്ഠം ബാധിച്ച ഉസിയായ രാജകൊട്ടാരത്തിൽ നിന്ന് ഇന്നലെ വരെ രാജാവേ 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 പ്രഭോ നാഥ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു, കുഷ്ഠരോഗി ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. കൊട്ടാരത്തിൽ നിന്ന് ഉസിയ പുറത്താക്കപ്പെട്ട് വേറൊരു വസതിയിൽ മരണം വരെ താമസിച്ചു. അവന്റെ മകനായ അമസിയ രാജഭാരം ഏറ്റെടുത്തു. ചതി പറഞ്ഞേ ഹാലേലുയാ, ചതി പറഞ്ഞേ ഹാലേലുയാ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്ക്, ഇതാണ് ഉസിയ രാജാവ്, ഇതാണ് ഉസിയ രാജാവ്. ഈ ഉസിയ രാജാവ് മരിച്ചപ്പോൾ യേശയ്യായ്ക്ക് ദൈവദർശനം വെളിപ്പെട്ടു. ഈ ഉസിയ രാജാവ് മരിച്ചപ്പോഴാണ് പ്രവാചകന് ദൈവാനുഭവം ഉണ്ടാവുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഉപമയാണ്. ഇത് നമ്മളെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. കുടുംബങ്ങളിൽ ദൈവാനുഭവം ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പലരുടെയും ചങ്കിൽ ഉസിയ ജീവിച്ചിരിക്കുന്നു, മരിച്ചിട്ടില്ല. ഉസിയ മരിച്ചിട്ടില്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ചേട്ടൻ, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്റർ, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി, പക്ഷെ ദൈവാനുഭവം ഉണ്ടാവുന്നില്ല. പ്രാർത്ഥന മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ട്, ദൈവാനുഭവം ഉണ്ടാവുന്നില്ല. ദൈവപ്രവൃത്തി കുടുംബത്തിൽ നടക്കുന്നില്ല. പിശാച് കുടുംബത്തെ ഇട്ട് അമ്മാനമാടുകയാണ്, അടിത്തറ അടിച്ചിളക്കുകയാണ് സാത്താന്റെ സൈന്യം. കുടുംബത്തിലേക്ക് ദൈവശക്തി കാവൽ നിൽക്കുന്നില്ല. ദൂതന്മാർ കുടുംബത്തിന്റെ ഏഴയലത്തെത്തുന്നില്ല. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ കുടുംബത്തിൽ വ്യാപിക്കുന്നില്ല. ദൈവശക്തി കുടുംബത്തിലേക്ക് ഇറങ്ങുന്നില്ല. കാരണം എന്ത്? അഹങ്കാരത്തിന്റെ ഉസിയ ജീവിച്ചിരിക്കുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഉസിയ രാജാവ് മരിച്ചാൽ നിനക്ക് ദൈവാനുഭവം ഉണ്ടാവും, എനിക്ക് ദൈവാനുഭവം ഉണ്ടാവും. ഉസിയ രാജാവ് മരിച്ച വർഷം ദർശനം വെളിപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദർശനത്തിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിക്കുകയായിരുന്നു, അനേകം കുടുംബങ്ങൾ ധ്യാനം കൂടുന്നുണ്ടോ? ഉണ്ട്.
പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. പള്ളി വരുന്നുണ്ടോ? ഉണ്ട്. പള്ളിക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ അവസ്ഥ പഴയ പോലെ തന്നെ. ഞാൻ ഓർക്കായിരുന്നു ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, ദൈവമേ എന്തെല്ലാം ചെയ്യുന്നു പാവപ്പെട്ട മനുഷ്യര്, പക്ഷേ ജീവിതത്തിൽ കൃത്യമായ ദൈവശക്തി ഇടപെടുന്നില്ല. പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാനുള്ള താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനേകരുടെ ഹൃദയത്തിൽ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉസിയ രാജാവ് ജീവിച്ചിരിക്കുന്നു. നിഷേധത്തിന്റെ ഉസിയ, അഹങ്കാരത്തിന്റെ ഉസിയ, ഞാനെന്ന ഭാവത്തിന്റെ ഉസിയ, നമ്മുടെ കഴിവിൽ ആശ്രയിക്കുന്ന മനോഭാവത്തിന്റെ ഉസിയ, ദൈവാശ്രയ ബോധമില്ലായ്മയുടെ ഉസിയ, സ്വന്തം കഴിവിലുള്ള അനാവശ്യമായ ആശ്രയബോധത്തിന്റെ ഉസിയ ജീവിച്ചിരിക്കുകയാണ്. ഈ ഉസിയ മരിക്കാതെ നമ്മുടെ കുടുംബത്തിലേക്ക് സർവശക്തനായ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരില്ല. എന്ന് ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവവചനം ധ്യാന വിഷയമാക്കേണ്ടത് ഇതാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ ഉസിയ ഇരിക്കുന്നിടത്തോളം കാലം സ്വന്തം കഴിവിലുള്ള ആശ്രയബോധം, ദൈവത്തെ ആശ്രയിക്കാതിരിക്കുന്ന മനോഭാവം, അഹങ്കാര ചിന്ത, ഈ ഉസിയ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തി ഇറങ്ങി വരില്ല. ഞാനൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ അഹങ്കാരത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. അഹങ്കാരത്തെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്: അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും എന്ത് ചെയ്യും? വെറുപ്പിക്കുന്നു. എന്ന് പറഞ്ഞാല് ഇപ്പോ ഡാനിയേലച്ചൻ, ഇതിപ്പം നല്ല ലോകയല്ല, ഇന്ന് രാവിലെ മുതൽ ഇട്ട മുഷിഞ്ഞ ലോകയാണ്. അപ്പൊ ഡാനിയേലച്ചൻ നല്ല തേച്ച് വടി ഒത്ത നല്ല നല്ല ഉജാല സുപ്രീം ഒക്കെ മുക്കി നല്ല മിടുക്കനായിട്ട് വന്ന് നിൽക്കുകയാണ്. കാണുമ്പോ ആളുകൾ വിചാരിക്കുകയാണ് ഭക്തനായിരിക്കും, അല്ലെ? ഭക്തനായിരിക്കും, കണ്ടിട്ട് ഭക്തനാന്ന് തോന്നുന്നു എന്ന് വിചാരിക്കും. പക്ഷേ എന്റെ ചങ്കിനകത്ത് ഞാനെന്ന ഭാവം, എന്നിലുള്ള ആശ്രയബോധം, എന്നെ നയിക്കുന്നത് ദൈവമാണെന്ന വിചാരമില്ലായ്മ, ദൈവത്തിലുള്ള ആശ്രയബോധം ഇല്ലാതെ ഞാൻ ഈ പള്ളിയിൽ പള്ളിയിൽ വന്ന് നിന്ന് രാവിലെ 6 മുതൽ രാത്രി 10 വരെ സുവിശേഷം പറഞ്ഞാലും കർത്താവിന് എന്നോട് വെറുപ്പാന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കണ്ടാ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കർത്താവിന് വെറുപ്പാന്ന്. അഹങ്കാരം മനുഷ്യരെ വെറുപ്പിക്കും, നമുക്കറിയാം. അഹങ്കാരികളായ ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ അതുപോലെ തന്നെ കർത്താവിനെയും വെറുപ്പിക്കുമെന്ന്. അതായത് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ കർത്താവിന് നമ്മളോട് വെറുപ്പാണെന്ന്. വെറുപ്പ്, സ്നേഹം മാത്രമായ ദൈവത്തിന് നമ്മളോട് വെറുപ്പാണെന്ന്. എന്തുകൊണ്ടാണത്? അതെന്തുകൊണ്ടാണ് അഹങ്കാരമുള്ള ആളുകളോട് ദൈവത്തിന് വെറുപ്പ് വരാൻ? ദൈവത്തിന് വെറുപ്പെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നേരെ ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഇന്ന് ഞാൻ പോവില്ല. യെശയ്യാ 14 നമ്മൾ കാണുന്നുണ്ട് മാലാഖ പിശാചായത് എങ്ങനെയാണെന്ന്. യെശയ്യാ 14 പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലാണ് മാലാഖ, ലൂസിഫർ, ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജനതകളെ കീഴടക്കിയിരുന്ന് നിന്നെ എങ്ങനെ വെട്ടി വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വചനം പറയുന്നുണ്ട്. അത് മാലാഖ പിശാചായി മാറിയത്, അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് മാലാഖയ്ക്ക് ഞാൻ എന്നൊരു ഭാവം വന്നു. ഞാൻ അത്യുന്നതനെക്കാളും വലിയവനാകും, ഞാൻ ഉന്നതമായ അവന്റെ സിംഹാസനത്തിനുപരി എന്റെ സിംഹാസനം സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലൂസിഫർ, ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രം ലൂസിഫർ, ആ ലൂസിഫർ ദൈവത്തിനെതിരെ മത്സരിച്ച് അഹങ്കാരിയാവുമ്പോഴാണ് മാലാഖ പിശാചായിട്ട് മാറുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. പിശാചിന് നിർവചനം കൊടുക്കാമെങ്കിൽ പിശാച് സമം അഹങ്കാരം, പിശാച് സമം അഹങ്കാരം. അപ്പൊ അതുകൊണ്ട് അഹങ്കാരമുള്ള ഒരാള് എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവസിച്ചാലും, എത്ര ദാനധർമ്മം ചെയ്താലും, എന്തോരം കൊന്തയൊല്ലിയാലും ആ ആള് സമം പിശാച്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്താ പറയാത്തെ? ഉറക്കെ പറ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കണ്ടെത്തണം. ഞാനും കണ്ടെത്തണം, നിങ്ങളും കണ്ടെത്തണം. നമുക്ക് ദൈവാനുഭവം ഉണ്ടാവാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് നമ്മളിലെ ഞാൻ. എന്നെ മാനിച്ചില്ല, എന്നെ കുമ്പിട്ടില്ല, എനിക്ക് സ്തുതി പറഞ്ഞില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല, എനിക്ക് ചായ തന്നില്ല. ഞാൻ കേൾക്കുന്നുണ്ടോ നിങ്ങള്? ചേട്ടന്മാരെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് നമ്മളിലേക്ക് ദൈവാനുഭവം കടന്നു വരാത്തതിന്റെ ഒരു തടസ്സം. വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രഭാഷകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുകയാണ്, 10-ാം അധ്യായം 7-ാം വാക്യം,
പ്രഭാഷകൻ 10:7. അഹങ്കാരം കർത്താവിന്, അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യങ്ങൾ പോലും കൈമാറിപ്പോവും. പൊടിയും ചാരവുമായ മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അഹങ്കാരിയുടെ ശരീരം ജീർണിക്കും. ജീവിച്ചിരിക്കെ തന്നെ അഹങ്കാരിയുടെ ശരീരം ജീർണിക്കാൻ തുടങ്ങും. നിസാര രോഗമെന്ന് ഡോക്ടർമാർ പുച്ഛിച്ചു തള്ളും. ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിയുമ്പോ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ തന്നെ കർത്താവിൽ നിന്നകലും. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇത്? അഹങ്കാരം മുളയെടുക്കുമ്പോ തന്നെ കർത്താവിൽ നകലാൻ തുടങ്ങുമെന്ന് മനസ്സിലായോ? അതാണ് ഉസിയാ രാജാവ് മരിച്ചാലേ ദൈവാനുഭവം വെളിപ്പെടൂ. അഹങ്കാരം തുടങ്ങുമ്പോ തന്നെ കർത്താവിൽ നിന്ന് അകലാൻ തുടങ്ങും. അഹങ്കാരം ആരംഭിക്കുമ്പോ തന്നെ കർത്താവിൽ നിന്ന് അകലാൻ തുടങ്ങും. സ്രഷ്ടാവിൽ നിന്ന് അവന്റെ ഹൃദയം അകലാൻ തുടങ്ങും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ 3 രാജാക്കന്മാരെ ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 രാജാക്കന്മാര്. ഈ 3 രാജാക്കന്മാര് വലിയ രാജാക്കന്മാരാണ്, സർവശക്തന്മാരായിരുന്നു. ആ സർവശക്തന്മാർ അഹങ്കരിക്കുന്ന സമയത്ത് അവർക്ക് സംഭവിക്കുന്ന ആപത്തിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. മക്കബായരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം. അതിനകത്ത് ഒരു രാജാവിനെ കുറിച്ച് പറയുകയാണ്. ഒരു ഗ്രീക്ക് രാജാവ്. ആ രാജാവിന്റെ പേരാണ് അന്തിയോക്കസ്. എന്താണ് രാജാവിന്റെ പേര്? അന്തിയോക്കസ്. പറ. അപ്പൊ ഈ മനുഷ്യന് യഹൂദന്മാരോടുള്ള വൈരാഗ്യം വീട്ടാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ട് യഹൂദന്മാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അദ്ദേഹം രഥം ഓടിച്ച് യഹൂദന്മാരുടെ നാട്ടിലേക്ക് വരികയാണ്. ഗ്രീക്ക് രാജാവ് ജെറുസലേമിലെത്തുമ്പോൾ ജെറുസലേമിനെ യഹൂദന്മാരുടെ ശ്മശാന ഭൂമിയാക്കും എന്നയാൾ അഹങ്കാരം പറഞ്ഞിരുന്നു. അയാൾ പറയാണ്, ഈ രഥം ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് രഥത്തിലിരിക്കുമ്പോൾ അയാൾ പറയാണ്, ഞാൻ ജെറുസലേമിലെത്തിയാൽ ജെറുസലേമിനെ ശ്മശാനമാക്കും, സകലത്തിനെയും കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8-ാം വാക്യം. അതിമാത്രമായ അഹങ്കാരത്താൽ രഥവേഗം വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു. അവന്റെ ധിക്കാരം അവസാനിച്ചില്ല, അവൻ കൂടുതൽ ഗർവിഷ്ഠനായി. ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്നപ്പോൾ അവൻ തെറിച്ചു വീണു. തൽഫലമായി അവന് സർവാംഗം ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ സർവാംഗം എല്ലാ അവയവങ്ങളിലും വേദനയുണ്ടായി. അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ഉന്നത ശൈലം എന്ന് പറഞ്ഞാൽ വലിയ പർവ്വതങ്ങൾ, ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലംപതിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ ശക്തി എല്ലാവർക്കും പ്രകടമായി. ആ അധർമ്മിയുടെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു. കഠിനവേദന കൊണ്ട് പുളയുന്ന അവന്റെ മാംസം ശ്രദ്ധിക്ക്, അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകാൻ തുടങ്ങി. നേരത്തെ എന്താ പറഞ്ഞേ? പ്രഭാഷകൻ 10 അഹങ്കാരിയുടെ ശരീരം ജീവിച്ചിരിക്കെ തന്നെ അഴുകാൻ തുടങ്ങും. കണ്ടോ? അവിടെ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഈ മനുഷ്യന് നിറവേറുകയാണ്. അപ്പൊ അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെപ്പോലും ചൊൽപ്പടിക്ക് നിർത്താമെന്ന് വ്യാമോഹിച്ച അവന്റെ ശരീരം അത് നിലംപതിച്ച് അത് മഞ്ചലിൽ വഹിക്കപ്പെട്ടു. ദൈവശക്തി എല്ലാവർക്കും പ്രകടമായി. ആ അധർമ്മിയുടെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു. കഠിനവേദന കൊണ്ട് പുളയുന്ന അവന്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകിത്തുടങ്ങി. 1-ാമത്തെ രാജാവ് അന്തിയോക്കസ്. ഞാൻ ചോദിക്കാം അവസാനം, 1-ാമത്തെ രാജാവ് ആരാ? വേറൊരു രാജാവ് ഉണ്ടായിരുന്നല്ലോ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞേ, ഉസിയ. ഇപ്പോഴത്തെ രാജാവ് ഏതാണ്? അന്തിയോക്കസ്. ശ്രദ്ധിച്ചു കേൾക്കാം. 3-ാമത്തെ രാജാവ്. 3-ാമത്തെ രാജാവിന്റെ പേരാണ് നെബുക്കദ്നേസർ രാജാവ്. 3-ാമത്തെ രാജാവ്. അത് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന രാജാവാണ് നെബുക്കദ്നേസർ രാജാവ്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 29 മുതൽ, ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങളാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 29 മുതലാണ്. പശ്ചാത്തലം ഇതാണ്. നിങ്ങൾക്കറിയാം, ബാബിലോണിലെ രാജാവാണ് ഇദ്ദേഹം. രാജാവിന്റെ പേരെന്താണ്? നെബുക്കദ്നേസർ രാജാവ്. ഈ രാജാവിന്റെ പ്രത്യേകത, ഇദ്ദേഹം അത്യാവശ്യം നല്ല രാജാവാണ്. ദാനിയേലിനെ ഒക്കെ സ്നേഹിച്ച രാജാവാണ്. ഇദ്ദേഹത്തിന് ഒരു കൂടെ സ്വഭാവമുണ്ട്. ഇദ്ദേഹം കിടന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കിടന്ന് ഓരോ സ്വപ്നം കാണും. എന്നിട്ട് സ്വപ്നമെല്ലാം നല്ല കടുംപെട്ട് സ്വപ്നങ്ങളാണ്. ആ സ്വപ്നം കണ്ടിട്ട് രാവിലെ എഴുന്നേറ്റ് വിഷമിച്ചിരിക്കുകയാണ്.
ഭയങ്കര പ്രയാസത്തിരിക്കുകയാണ്. ഈ സ്വപ്നം കണ്ട എന്നാ വിഷമം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരുന്ന് സ്വപ്നം കാണാൻ തോന്നുന്നു. നിങ്ങളിങ്ങനെ മയിൽക്കുറ്റി പോലെ ഇരിക്കുക. നിങ്ങൾ സ്വപ്നം കാണുന്നവരാണോ? ആണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. ഞാൻ പേടിച്ച് പറിച്ചു ആകെ പ്രശ്നമായി പോയി. രാത്രി സ്വപ്നം കണ്ടിട്ട് ഭയങ്കര സ്വപ്നമാണ്. അതായത് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെ ഓരോ രാജ്യത്തും സുവിശേഷം പറയാൻ പോകുമ്പോ ഈ പിന്നെ വെല്ലോറിന്റെ ഫ്ലൈറ്റിലല്ലേ പോന്നെ. സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ് ഞാൻ സ്വന്തം ഫ്ലൈറ്റിൽ പോവാണ്. വേറെ ആരുമില്ല, ബോൾസം ബ്രദർ പാടാനൊന്നുമില്ല, ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ തന്നെ ഓടിച്ചങ്ങ് പോവാണ്. എന്തോ ഒരു അഹങ്കാരമല്ലേ, തന്നെ ഓടിച്ച്. അപ്പൊ ഞാൻ കാണുകയാണ് തന്നെ ഓടിച്ചു പോവാണ്. അപ്പൊ ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്താണ് പോകുന്നത്. അപ്പൊ ഒരു രാജ്യത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ വീണ്ടും ഇടയ്ക്ക് ഇന്ധനമൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഇറങ്ങണമല്ലോ. തന്നെ ഓടിച്ചു പോവാ കേട്ടോ. അപ്പൊ ആദ്യത്തെ രാജ്യം വരെ ചെല്ലുന്നവരെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓടിച്ചങ്ങ് പോയി. രണ്ടാമത്തെ രാജ്യത്ത് എത്തിയിട്ട് അവിടുന്ന് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം വരികയാണ്. എന്താണെന്നറിയാം, രണ്ട് പ്രശ്നം എന്നെ വേട്ടയാടുകയാണ്. ഒന്ന്, എനിക്ക് എയർപോർട്ടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, കൺട്രോൾ റൂമായിട്ട് ബന്ധമില്ല. എന്റെ ഒന്നാമത്തെ സംശയം, ഇതെല്ലാം ഉറക്കത്തിൽ സംഭവിക്കുകയാണ്. എന്റെ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, ദൈവമേ, ഞാൻ പോകുന്ന റൂട്ടിൽ അതേ പാതയിലൂടെ വേറെ ഫ്ലൈറ്റ് വരുവോ? എന്റെ ടെൻഷൻ. എന്നാ ഇടിക്കത്തില്ലേ? മറ്റേ താഴെ കൺട്രോൾ റൂമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് റൂട്ടൊക്കെ കിട്ടൂ. ഇത് ഞാൻ തന്നെ ഓടിച്ചു പോയല്ലേ. രണ്ടാമത്തെ പ്രശ്നം ഇതാണ്, എനിക്ക് അവിടുന്ന് അറിഞ്ഞുകൂടാ, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ, എനിക്ക് സംശയം. ഈ രാജ്യത്ത് എത്തണമെങ്കിൽ ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു പ്രശ്നവും തോന്നുന്നില്ലെങ്കിലും ഞാൻ രാത്രി മുഴുവൻ കിടന്ന് വേദനിച്ചത് ഈ വിഷയത്തിലാണ്. രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ പ്രയാസം ഉണ്ടായിരുന്നു. പിന്നാണ് സ്വപ്നമാണെന്ന് മനസ്സിലായത്. അപ്പോ അങ്ങനെയുള്ള ഒരു ചേട്ടനാണ് ഈ നെബൂഖദ്നേസർ രാജാവ്. അപ്പൊ ഈ രാജാവ് എന്ത് ചെയ്യുന്ന വെച്ചാല്, രാജാവ് സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാത്തത് കൊണ്ട് ദാനിയേലിനോട് ചോദിച്ചപ്പോ ദാനിയേല് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു. സ്വപ്നവും വ്യാഖ്യാനവും ഞാൻ പറയുന്നില്ല, സ്വപ്നം പറയുന്നില്ല, വ്യാഖ്യാനം ഇതാണ്: രാജാവേ, നീ ദൈവത്തെ അനുസരിക്കാതെ ഇങ്ങനെ ജീവിച്ചാൽ നീ മൃഗങ്ങളെപ്പോലെ 4 കാലിലഴയും. ദാനിയേല് വ്യാഖ്യാനം കൊടുത്തു. ഈ വ്യാഖ്യാനം കൊടുത്തിട്ട് 29ാമത്തെ വാക്യം ഇങ്ങനെയാണ്: 12 മാസങ്ങൾക്ക് ശേഷം, എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ്, വ്യാഖ്യാനം പറഞ്ഞ് 1 കൊല്ലം ദൈവം കൊടുത്തു അനുദവിച്ചില്ല. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോ രാജാവ് പറഞ്ഞു, എന്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എന്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ ഈ മഹതയാം ബാബിലോൺ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം ഇത്. അതായത് അനേകം കുടുംബങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. എന്റെ പ്രതാപത്തിന് വേണ്ടി ഞാൻ നിർമ്മിച്ചതല്ലേ, എന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ നിർമ്മിച്ചതല്ലേ ഈ മഹതിയാം ബാബിലോൺ. അതായത് ഞാൻ, എന്റെ കഴിവ്, എന്റെ സാമർഥ്യം, എന്റെ മിടുക്ക്, അപ്പൊ അതുകൊണ്ട് എന്റെ മക്കള് നല്ല നിലയിലായി, ഞാൻ നല്ല ഉയർന്നു വന്നു, എനിക്ക് അത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഞാൻ വളരെ കേമിയാണ് എന്ന് ചിന്തിക്കുമ്പോ അതിന്റെ ഓട്ടോമാറ്റിക്കായി അതിന്റെ കൂടപ്പറപ്പാണ് മറ്റുള്ളവരെ പുച്ഛിക്കും. അവന്റെ അവസ്ഥ അവനെ കണ്ടില്ലേ, അവരുടെ അവസ്ഥ കണ്ടില്ലേ, അവരൊക്കെ തോന്നിയാസം ജീവിച്ച് നോക്കാതെ ഞാൻ മറ്റുള്ളവരെ പുച്ഛിക്കും, ഞാൻ കേമനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഈ നെബൂഖദ്നേസർ രാജാവിന് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോ രാജാവ് പറഞ്ഞു, എന്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എന്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ ഈ മഹതിയാം ബാബിലോൺ. കേട്ടോ, ഈ വാക്കുകൾ രാജാവിന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് സ്വരം കേട്ടു, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു, നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്തായിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ല് തിന്നും, പക്ഷിയുടെ നഖം പോലെ, രോമം കഴുകന്റെ തൂവല് പോലെയും വളരുന്നത് വരെ കാളയെപ്പോലെ പുല്ല് തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിച്ചു കേട്ടെ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു കാര്യം വരരുത്. അതായത് 10 കൽപ്പനകൾ ദൈവം തന്നു. ശ്രദ്ധിക്കേ, 10 കൽപ്പനകളിൽ 1ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, നീ നിന്റെ ദൈവം ആകരുത്. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ
എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം ഇതാണ്. മുട്ടുമ്മേൽ നിന്ന് എല്ലാ പ്രഭാതത്തിലും പറയണം, ദൈവമേ നിന്റെ കൃപ, നിന്റെ കൃപ, നിന്റെ കൃപ, നിന്റെ ദാനം, നിന്റെ കരുണ. അങ്ങനെ പറഞ്ഞ് 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 വേണം ഈ പിശാചിനെ നമ്മൾ പുറത്താക്കാൻ. മക്കള് നല്ല നിലയിൽ വളർന്നു വരുമ്പോ ഹൃദയത്തിൽ അഹങ്കാരം രൂപപ്പെടുന്നു എന്ന് അറിഞ്ഞ ഉടനെ മുട്ടുമേ വീഴണം. മുട്ടിന്മേൽ വീണിട്ട് സാത്താൻ അവസരം കൊടുക്കരുത്. പറയണം, കർത്താവേ നിന്റെ കരുണ, നിന്റെ കൃപ, നിന്റെ ദയ പറഞ്ഞോണം. നാഴികയ്ക്ക് 40 വട്ടം ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അത് പറയുമ്പോൾ ഓർത്തോണം, നിന്നെ അടിക്കാനുള്ള ആയുധം സാത്താൻ രാഗി മിനുക്കുകയാണ്. ഏത് സമയത്തും നിന്റെ കുടുംബത്തിൽ അടിവീഴാം. ഇത് ദൈവമക്കള് ശ്രദ്ധിക്കണം. 1-ാം പ്രമാണ ലംഘനമാണിത്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നീ നിന്റെ ദൈവമാകരുത്, നീ നിന്റെ ദൈവമാകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമിയായിൽ അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് അങ്ങനെയുള്ളവര് ശപിക്കപ്പെട്ടവരാവും എന്നാണ്. എന്താണ് കർത്താവ് പറയുന്നത്? ജെറമിയ പ്രവചനം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 17-ാം അധ്യായം 5-ാം വാക്യം. ജെറമിയ 17:5. ഒരു പേപ്പറും പേനയിലും കൊണ്ടുവരണം കേട്ടോ. ജെറമിയ 17:5 വചനം പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. cursed, cursed, accursed, cursed, curse, ശാപം. എന്താണ്? മനുഷ്യനെ ആശ്രയിക്കുകയും സ്വന്തം ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്യരുത്. നമ്മളെ ആശ്രയിക്കരുത്. നമ്മളെ ആശ്രയിച്ച്, നമ്മുടെ കഴിവിൽ ആശ്രയിച്ച്, നമ്മുടെ സമ്പത്തിൽ ആശ്രയിച്ച്, നമ്മുടെ അറിവിൽ ആശ്രയിച്ച്, നമ്മുടെ ആരോഗ്യത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഒരു ശാപം വരികയാണ്. നിഴല് പോലെ നിതാന്തമായി പിന്തുടരുന്ന ശാപത്തിന്റെ ഒരു കരിനിഴൽ നമ്മുടെ പിന്നാമ്പുറത്ത് നമ്മൾ അറിയാതെ നമ്മളെ വേട്ടയാടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുകയല്ല. ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാണിത്. ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുകയല്ല. ഒരു കാര്യം ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഐശ്വര്യം തിരിച്ചു തരാൻ വേണ്ടിയാണ്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. വിലാപങ്ങൾ 2:14. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് നിന്റെ പ്രവാചകന്മാർ നിന്റെ അകൃത്യങ്ങളെ മറനീക്കി കാണിക്കുന്നത്. അവിടെ പറയുന്നത് അങ്ങനല്ല. നിന്റെ അകൃത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പ്രവാചകന്മാർ, നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പ്രവാചകന്മാർ നിന്റെ കുറ്റം തുറന്ന് കാണിച്ചില്ല എന്നാണ് പറയുന്നത്. വിലാപങ്ങളിൽ പറയുന്നത് അങ്ങനെയാണ്. അതായത് പ്രവാചകന്മാരെന്ത് ചെയ്തു? നിന്നെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗം മാത്രം പറഞ്ഞു. പ്രവാചകന്മാര് നിന്നെ തലോടുന്ന, സുഖിപ്പിക്കുന്ന, നിനക്ക് സന്തോഷം തരുന്ന പ്രഭാഷണങ്ങൾ മാത്രം നടത്തി. എന്തുകൊണ്ടാണ്? കർത്താവ് പറയാണ്, നിന്റെ ഐശ്വര്യം തിരിച്ചു തരാൻ വേണ്ടി അവർ നിന്റെ അകൃത്യങ്ങൾ തുറന്നു കാണിച്ചില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ വചനവേദികളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? നമ്മുടെ ഐശ്വര്യം തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാനാണ് ദൈവം നമ്മുടെ അകൃത്യങ്ങൾ മറനീക്കി കാണിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസിയ രാജാവ് മരിച്ച വർഷം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ആശ്രയിക്കുന്നതാണ് ഉസിയ. അങ്ങനെയുള്ളവരെ കുറിച്ച് ജെറമിയ 17:5 ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ളവര് ശപിക്കപ്പെട്ട ഒരു ശാപം അവരറിയാതെ അവരുടെ പിന്നാലെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അഹങ്കരിക്കുമ്പോ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? നമ്മൾ അഹങ്കരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ അഹങ്കരിക്കുന്ന സമയത്ത് നമ്മളെ അടിക്കാൻ സാത്താന് അവകാശം കിട്ടുകയാണ്. അതായത് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാൾ അഹങ്കരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ കുടുംബത്തെയും അയാളെയും കുടുംബാംഗങ്ങളെയും വരുമാനത്തെയും വാഹനത്തെയും അയാളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെയും ആക്രമിക്കാൻ സാത്താന് ഒരവകാശം കിട്ടുകയാണ്. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് പിശാചിന് നമ്മുടെ ജീവിതത്തെ ആക്രമിക്കാനുള്ള ഒരവകാശം കിട്ടുകയാണ് നമ്മൾ അഹങ്കരിക്കുന്ന സമയത്ത്. ജെറമിയ പ്രവചനം 13-ാം അധ്യായത്തിലാണ്. ജെറമിയ പ്രവചനം 13-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങൾ കാതു തുറന്ന് കേൾക്കണം. ജെറമിയ 13:15 മുതൽ നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ. അഹങ്കരിക്കരുത്, കർത്താവാണ് അരുളി ചെയ്യുന്നത്. അഹങ്കരിക്കരുത്, കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അന്ധകാരം വരുത്തും മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകിക്കോണം. നിങ്ങളുടെ കാലുകൾ ഇടറുന്നതിന് മുമ്പ്, ഇരുൾ നിറഞ്ഞ മലകളിൽ നിങ്ങളുടെ കാൽപാദങ്ങൾ ഇടറുന്നതിന് മുമ്പ്, കർത്താവ് അന്ധകാരം വരുത്തും മുമ്പ്
ദൈവമായ കർത്താവിന് മഹത്വം നൽകിക്കോണം. എന്നിട്ട് പറയുകയാണ് അവിടെ, അല്ലെങ്കിൽ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. അടുത്ത വചനം നല്ലപോലെ ശ്രദ്ധിച്ചു. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. ആരാ പറയുന്നേ? പറയുന്നത് ഒരു അച്ഛനല്ല, പറയുന്നത് മെത്രാനല്ല, മാർപ്പാപ്പയല്ല, ശുശ്രൂഷകനല്ല, സിസ്റ്റർ അല്ല. പ്രിയപ്പെട്ടവര്, പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പറയാണ്, മക്കളെ, നിങ്ങൾ അഹങ്കരിക്കുമ്പോ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. എന്താ കരയുന്നറിയാമോ? ദൈവം എന്തിനാ കരയുന്നേ? ദൈവത്തിന് കരയേണ്ട ആവശ്യം എന്താ? ദൈവം കരയുന്ന എന്തിനാന്ന് ഇവിടെ പറയുകയാണ്. നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. കർത്താവിന്റെ അജഗണമായി നിങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ഞാൻ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കും. ഞാൻ ഉള്ളുരുകി കരയും. എന്തുകൊണ്ടാ പരിശുദ്ധാത്മാവ് കരയുന്നത് അറിയാമോ? അഹങ്കാരം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. അഹങ്കാരം ഒരു കുടുംബത്തിലേക്ക്, ഒരു അച്ഛനിലേക്ക്, ഒരു സിസ്റ്ററിലേക്ക്, ഒരു ശുശ്രൂഷകനിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് അഹങ്കാരം വരുമ്പോ ആ അഹങ്കാരം വരുന്ന വ്യക്തിയെ അടിമത്തത്തിന്റെ ബാബിലോണിലേക്ക് സാത്താൻ വലിച്ചെഴിച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പോ പരിശുദ്ധാത്മാവ് കരയും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവ് കൈകെട്ടപ്പെട്ട് നിൽക്കും. ദൈവത്തിന്റെ ആത്മാവ് ചലനശേഷിയില്ല നിൽക്കും. പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ അഹങ്കരിക്കുന്ന സമയത്ത്, നിങ്ങൾ അഹങ്കരിക്കുമ്പോ നിങ്ങളെ അടിമത്തത്തിലേക്ക് സാത്താൻ കൊണ്ടുപോകുന്നത് കണ്ട് ഞാൻ ഉള്ളുരുകി കരയും. ദൈവത്തിന് കരയാൻ മാത്രമേ പറ്റൂ. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാം പ്രമാണ ലംഘനം. ഉച്ചത്തി പറ ഹല്ലേലൂയാ, ഉച്ചത്തി പറ ഹല്ലേലൂയാ. അപ്പോൾ ഈ ഞാൻ എന്ന ഭാവത്തിന്റെ, അഹങ്കാരത്തിന്റെ, നിഷേധത്തിന്റെ, റെബല്യസ്നെസിന്റെ, അറഗൻസിന്റെ ഉസിയ മരിച്ചപ്പോ ദൈവദർശനം ഉണ്ടായി. ദൈവത്തിന്റെ ആത്മാവിന്റെ ദർശനം യെശയ്യായ്ക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാവമാണിത്. കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള ഒരു ഭാവമാണിത്, അഹങ്കാരം. നമ്മൾ വിചാരിക്കും, ഡാനിയലച്ചൻ വിചാരിക്കണം ഡാനിയലച്ചൻ അഹങ്കാരം ഇല്ലെന്ന്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് അഹങ്കാരം ഇല്ലെന്ന്. ഇത് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. നമ്മൾ ഓരോ ദിവസവും മുട്ടുമേൽ നിന്ന് ദൈവസന്നിധി മാപ്പ് ചോദിക്കണം. ദൈവമേ, വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ അറിയാതെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ എന്റെ അറിവില്ലായ്മയാണ്. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നത്. നിന്റെ കരുണയാണ്. എനിക്ക് നല്ലൊരു വീടുണ്ടായി, നിന്റെ കരുണയാണ്. എനിക്ക് ആരോഗ്യമുണ്ട്, നിന്റെ കരുണയാണ്. എന്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നു, നിന്റെ കരുണയാണ്. സമൂഹത്തിൽ എനിക്ക് നല്ല നിലയും വിലയും കിട്ടി, നിന്റെ കരുണയാണ്. ദൈവമേ, എനിക്ക് നീ സൽപ്പേര് തന്നു, നിന്റെ കരുണയാണ്. എനിക്ക് നീ കഴിവ് തന്നു, നിന്റെ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, കൊച്ചു കുഞ്ഞു മുതല് മുതിർന്നവര് വരെ എല്ലാ ദിവസവും ഇത് അംഗീകരിക്കണം. ഇല്ലെങ്കിൽ സാത്താന് നമ്മുടെ കുടുംബത്തിന്റെ മേൽ പെട്ടെന്ന് അവകാശം കിട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ നമ്മൾ ധ്യാനകേന്ദ്രത്തിലേക്ക് ഓടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വഴിയടച്ച് വേലി കെട്ടുന്നതാണ്. പിശാച് വരുന്ന വഴികളെ കണ്ടെത്തി വേലി കെട്ടുന്നതാണ് പിന്നെ നമ്മൾ കരഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് നമ്മൾ പറഞ്ഞത്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഉസിയ രാജാവ് മരിച്ച വർഷം യെശയ്യായ്ക്ക് ദൈവത്തിന്റെ ദർശനം ഉണ്ടായി. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞിരുന്നു. എന്നിട്ട് ആ ദൈവത്തിന്റെ ദൈവ സാന്നിധ്യം എങ്ങനെയാണ് യെശയ്യായ്ക്ക് വെളിപ്പെട്ടതെന്നാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. യെശയ്യായ്ക്ക് കർത്താവിനെ യെശയ്യാ കണ്ടത് എങ്ങനെയാണ്, എപ്രകാരമാണ്, അത് നമുക്ക് പെട്ടെന്ന് വായിക്കാം. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. അപ്പൊ ഇത്രയും ദർശനം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്തത്, ഈ ദൈവദർശനം കണ്ടപ്പോ യെശയ്യായ്ക്കുണ്ടായ പ്രതികരണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവാനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവാനുഭവം ഉണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ അറിയുന്നത്? അതറിയുന്നത് യെശയ്യായെ ശ്രദ്ധിച്ചാൽ മതി. യെശയ്യായ്ക്ക് ശരിയായ ദൈവാനുഭവം വെളിപ്പെട്ടപ്പോ യെശയ്യാ പറയുകയാണ്, ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവനുമാണ്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ദൈവാനുഭവം ഉണ്ടായി കഴിയുമ്പോ യെശയ്യാ പറയുകയാണ്, എനിക്ക് ദുരിതം, ഞാൻ പാപിയാണ്. പാപബോധം ഉണ്ടാവുന്നത് ദൈവത്തെ കണ്ടു കഴിയുമ്പോഴാണ്.
പ്രിയപ്പെട്ട മക്കളെ, അല്ലാത്ത പക്ഷം നമ്മൾ വിചാരിക്കും നമുക്കൊരു പാപമില്ല, നമ്മൾ വളരെ കറക്റ്റ് ആണെന്നാണ് നമ്മുടെ വിചാരം. നമുക്ക് യാതൊരു പ്രശ്നമില്ല. പ്രശ്നമെല്ലാം ആർക്കാ? അപ്പുറത്തുള്ളവർക്കാണ്. പ്രശ്നമെല്ലാം കെട്ടിയവനാണ്. പ്രശ്നമെല്ലാം അമ്മായിമ്മയ്ക്കാണ്. പ്രശ്നമെല്ലാം ഭാര്യയ്ക്കാണ്. പ്രശ്നമെല്ലാം മക്കൾക്കാണ്. പ്രശ്നമെല്ലാം ബന്ധുക്കൾക്കാണ്. പ്രശ്നമെല്ലാം അയലോക്കക്കാർക്കാണ്. പ്രശ്നമെല്ലാം വികാരിച്ചനാണ്. പ്രശ്നമെല്ലാം ഇടവക്കാർക്കാണ്. നമുക്ക് യാതൊരു പ്രശ്നമില്ല.